അയോധ്യാകാന്ഡം. താർമകൾ കൻപുള്ള തത്തേ വരികടോ താമസശീലമകറ്റേണമാശു നീ. രാമദേവൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാമകലും ബലജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ. പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൾ ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ. ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരി പൊക്കും. താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മോദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നതീരൊരു പൗരജനത്തോടും ചെന്തു മഹാരാജാ ധാനിയ കമ്പോക്കോ വന്ദിതോ സൗഖ്യം ജഗത്തിനു രാഘവൻ. തന്നെ നാനാ ഗുണഗണം കാൺകയാൽ രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രോ സുതഗണഭൂഷണഭൂഷിതൻ ചിദ്രുപനദ്വയൻ മൃത്യുഞ്ജയൻ വരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ. രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമ ഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമാതുല്യാധാരിയായ ഗൗരിയ മദ്രീസുതയുമാനന്ദവിവശയായി ഭർത്തൃപാദപ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു. നാരായണൻ നളിനായ തലോചനൻ നാരീജനമനോമോഹനൻ മാധവൻ. നാരദസേവൻ നളിനാസനപ്രിയൻ നാരകാരാദി നളിനാശരഗുരും. നാഥൻ നരസകൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമാസഹസ്രവാൻ നാളീകരമ്യവദനൻ നരകാരി. നാളീക ബാന്ധവ വംശസമുദ്ഭവൻ ശ്രീരാമദേവൻ വരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ. രാക്ഷസവംശ വിനാശനകാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദനപ്രദൻ. പൂമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്തഹൃദിസ്ഥിതൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ. വ്യക്തനവ്യക്തനന്ദനാമാമയൻ നക്തഞ്ജരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ. തൻ്റെ ചരിത്രങ്ങൾ നക്തം ദിനം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമമ വേണ്ടീല മുക്തിയും മിക്തം ഭഗവതി ഗൗരി മനോഹരി. ഭക്ത്യാ പരമേശ്വരനോടു ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥാനാശനൻ സുന്ദരി കേട്ടുകൊൾ ഗന്ധരൂളി ചെയ്തു. നാരദ രാഘവ സംവാദം. എങ്കിലൊരു ദിനം ദശരഥീരാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലാദേവതാ കാമുകൻ രാഘവൻ അംഗജനാശന വന്ദിതൻ കേശവൻ അംഗജലീല പൂണ്ടന്തപ്പുരത്തിങ്കൽ മംഗലാഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലാദള ശ്യാമള വിഗ്രഹൻ നീലോൽപലാദള ലോല വിലോചനൻ നീലോൽപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലാകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതാഗാത്രനായ രത്നസിംഹാസനം തന്മേലനാകുലം രക്തദണ്ഡം പൂണ്ട വെൺചാമരം കൊണ്ടു ഭക്തിയാൽ വീചിതനായതീ കോമളൻ ബാലാവിനാശകരഫലാദേശലസൻ
മാലയ പങ്കാമലങ്കരിച്ചങ്ങനെ ബാലാർക്കസന്നീഭ കൗസ്തുഭാഗന്ധരൻ പ്രാലേയ ഭാനു സമാനനായ സമം ഗ്രീലയാ താംബൂലാചാർണാധൈരനും വേലം വിരോധിച്ചിരുന്നരുളും നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൽ മുഗ്ധാശരചന്ദ്രതുല്യ തേജസ്സോടും ശുദ്ധസ്ഫടിക സംഘാശ ശരീരനായി സത്വരാമമ്പരത്തിങ്കൽ നിന്നാധരാൽ തത്രൈവ വേഗാലവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെടുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൽ പാദ്യാസനാചമനീയാർഘ്യപൂർവക മാധ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നോരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാതിദേ സാമ്പ്രതം നാനാവിഷയസംഗം പൂണ്ടുമേവിനാ മാനസത്തോടോ സംസാരിയായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാനതീ ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തോരു പുണ്യഫലോദയം കൊണ്ടു കാൺമാൻ അവകാശവും വന്നിതു പുണ്ഡരീകോത്ഭവപുത്ര മഹാമുനേ എന്നുടെ വംശവും ജന്മവും രാജവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിതേ എന്നാലിനി എന്തു കാര്യമെന്നു പുനഃ എന്നോടരുൾ ചെയ്യുക വേണം ദയാനിതേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷമുൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ ഇത്തമാകർണ്യ രഘുവരൻ തന്നോടു മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനു വീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനീനെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചെന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്ന നാനാജ പ്രജകളും അർണോജസംഭവ നാദീതൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്റെ പഥ്യം പുനരാകയാം ലൊക്കും പറഞ്ഞതു സംസാരി എന്നതും ഇക്കണ്ട ലോകജന്തുക്കൾക്കു സർവദാ മുക്തനാകും പിതാവായതും നീയല്ലോ ശുക്ലരക്താസിതാർണവ ഭേദം പൂണ്ടു സത്വരജസ്തമോ മഗുണത്രയായുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും തത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം തയോക്തമതിനില്ല സംശയം പുത്രമിത്രകളത്രാർത്ഥ വസ്തുക്കളിൽ ആസക്തിയായുള്ള ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയാ മഹാഗേഹത്തിനു ഭവാനേകനായോരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകി സാരസ സംഭവാനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതു ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണൻ നീ രോഹിണി ജാനകി ആതിഥേയാധിപൻ നീ ശചി ജാനകി
ജാതവേദസൂനീ സ്വാഹാ മഹീസുതാം. അർക്കജന്നീ ദണ്ഡനീതിയും ജാനകി രക്ഷോവരൻ ഭവാൻ താമസീ ജാനകി പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവീ ജാനകി ശക്രധൃതന്നി സദാഗതി ജാനകി രാജരാജൻ ഭവാൻ സമ്പൽക്കരീ സീത രാജരാജന്നീ വസുന്ധരാ ജാനകി രാജപ്രവരകുമാര രഘുപതേ രാജീവലോചന രാമാന്ധയാനിതേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സ്വധ്രുവം നീലദാരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമാ സൽഗുണവാരിതേ. യാതൊന്നു പുല്ലിംഗവാചനം വേദാന്തവേദ്യ സൽസർവ ഔമേവ നീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും നിങ്ങളിരുവരും എന്നിയെ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപദേ. മായ മൂടി മറഞ്ഞിരിക്കുന്നോരു നീയല്ലോ നൂനമവ്യകൃതമായതും അവ്യാകൃതമായതും പിന്നേതിങ്കൽ നിന്നുണ്ടായി മഹതത്വമെന്നതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണ ഇന്ദ്രിയജാല സംയുക്തമായെന്നല്ലോ. ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ടോ നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നിതും ചൊല്ലാവതല്ലാതനാദ്യവിദ്യാഖ്യം ചൊല്ലുന്നു കാരണോപാധിയെന്നു ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റെങ്കിൽ വിശിഷ്ടം ജീവനായതോ മന്യൂനനാം പരൻ തദ്യുക്തൻ വിഭോം. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവു രാജീവലോചനനാകുന്നു നീയല്ലോ. നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നിതൊക്കെയോർക്കും വിധവും. കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപാ. ജീവനും ജഞ്ചുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യുദുഃഖാദികൾ. ത്വൽകഥാനാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും ത്വൽപാദപങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിലുദിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലോരു സംശയം. ത്വൽഭക്തഭൃത്യഭൃത്യന്മാരിലേഖനെന്നൽപജ്ഞാനമെന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കണമേ. തന്നാഭിപങ്കജ തിങ്കൽ നിന്നാഗതാം മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നീ വണ്ണം പറഞ്ഞിടിനാൾ നാരദൻ. ആനന്ദബാഷ്പരിപ്ലുതനേത്രനായ വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൾ. ഇപ്പോൾ ഇവിടേക്കും ഞാൻ വന്ന കാരണമുൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചോ ദശരഥ പുത്രനായി എന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോരു ഭവാൻ ദശരഥൻ രാജരക്ഷാർത്ഥമഭിഷേകമിക്കാലം ചെയ്യുമാറന്നാരും പെട്ടിരിക്കുന്നിതോ നിന്നു അതിനനുകൂലനായി വന്നിടും.
പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാ നിന്നും അവകാശമുണ്ടായി വരാമല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകെന്നോട് സത്വരം ചെന്നു പറകന്നരുൾ ചെയ്തും സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്തൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായൊരുൾ ചെയ്തിതു രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടായികതു മൂലം. എന്തിനെന്നല്ലീ മൂലമതിനുണ്ടതും പറഞ്ഞിടുവാൻ. കാലാവലോകനം കാര്യസാധ്യം ദൃഢം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധ കർമ്മ ഫലൗഘക്ഷയം വരും നേരത്തൊഴിഞ്ഞു മാറ്റാവതില്ലാർക്കുമേ. കാരണമാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കുകയുമല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീകലോചനൻ പാദങ്ങൾ തന്നാണേ. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടു വാണിടുവാൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണബോധയാക്കിക്കൊണ്ടോ യാതുതനാന്വിത നാശം വരുത്തുവൻ. സത്യമിതേന്നരുൾ ചെയ്തു രഘുപതി ചിത്രപ്രമോദേന. നാരദനന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രനനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാഥരൻ. നാരദ രാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതൻ കേൾക്കാതൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കും അതിനില്ല സംശയം. ശേഷമിന്നു കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ശ്രീരാമഭിഷേകാരംഭം. എങ്കിലോ രാജം ദശധരരേഖത സങ്കാലിതാനന്ദമമ്മാറിരിക്കുമ്പോൾ പങ്കജാസംഭവ പുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരാജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർ കൊണ്ടകാരിലാനന്ദമതിനില്ല സംശയം. വൃദ്ധനായി വന്നിതോ ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീപരിപാലനാർത്ഥമഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചിതപ്പോഴങ്ങനെയെങ്കില ഉൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ഇപ്രജകൾക്കരൂരകാമവങ്കലു ഉണ്ടെപ്പോഴുമേറ്റമതോർത്തു കണ്ടീലയോ. വന്നീല മാതുലനെ കാൺമതീനേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നോ മുഹൂർത്തമെടുത്ത ദിനം തന്നെ. പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാലവൻ വരുവാൻ പാർക്കിലേനി ഒന്നുകൊണ്ടും അതു നിർണയം മാനസേ. എന്നാലതിന്നു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദാ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുപടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പത്നികളെല്ലാം ഉണർത്തുക. ചാരുപതാകകളോടും അത്യുന്നതം ഘോരമായുള്ള പരുമ്പറനാദവും പൂരിക്കദിക്കുകളൊക്കെ മുഴക്കവേ. മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്തരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വശിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണമുൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളമയായി നാളീകനേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്തരുമന്നേരം വന്ദിച്ചു തന്നാൽ വശിഷ്ഠനോടാദരാൽ എന്തെന്നു വേണ്ടുന്നതെന്തരുൾ ചെയ്താലോ മന്ദരമെന്നിയെ സംഭരിച്ചിടുവാൻ. ചിത്തേ
കണ്ടു സുമന്തരോടസ്തം വശിഷ്ഠ മുനിയുമരുൾ ചെയ്തു. കേൾക്കനാലെ പുലർകാലെ ചമയിച്ചു ചൊയ്ക്കണ്ണിമാരായ കന്യകാമാരെല്ലാം. മധ്യകാക്ഷേ 16 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലാജാതനാം 4 വരേണമലങ്കരിക്കേണ. ദിവ്യ നാനാതീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങൾ മൂർത്തി വിചിത്രമായി സ്വർണ്ണകലസഹസ്രം മലയജവർണ്ണങ്ങൾ കൊണ്ട് വായ്ക്കെട്ടിവെച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മുന്നിഹ. ഛിദ്രം സുവർണദണ്ഡം മണിശോഭിതം. മുക്താമണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിഹ. നിൽക്കാകുശപാണികളായി സഭാന്തികേ നർത്തകീമാരോടും വാരവധൂജനം. നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണ. മുർവീശാരംഗണേ നിന്നു മനോഹരം. അസ്ത്യശാപത്തിരഥാതിമഹാബലം. വസ്ത്രാധ്യാലങ്കാരമോട് വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലിയുങ്ങളും